വീഡിയോസ് അല്ലെങ്കിൽ ചില ആളുകളുടെ അവസ്ഥകൾ അവർ വന്ന് വീഡിയോസ് ആയിട്ട് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കുറേയധികം കാര്യങ്ങൾ, അതായത് ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയത്തേയില്ല. അതിന് നമ്മൾ അവരെ പരമാവധി കുറ്റം പറഞ്ഞുകൊണ്ട് പല വീഡിയോസും നമ്മൾ ഇടാറുണ്ട്. എന്നിട്ട് നമ്മൾ അതിനൊരു പേര് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നമ്മൾ ഈ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് നമ്മളോട് പറയും ഞാൻ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്, സോ നിങ്ങൾ അത് ചെയ്തത് ശരിയായില്ല. എൻ്റെ അഭിപ്രായത്തിൽ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ഈസിയാണ്. കാരണം ഒരു വ്യക്തിയുടെ നേർക്ക് നമ്മളിങ്ങനെ അമ്പുകൾ ചെയ്യുന്നത് പോലെ നീ അത് ചെയ്തത് ശരിയായോ ഇത് ചെയ്തത് ശരിയായോ, പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ചെയ്യുന്നത് ശരിയാണോന്ന് നമ്മൾ പലവട്ടം അത് ആലോചിക്കാറില്ലല്ലേ. അങ്ങനെ ഒരു വീഡിയോ ആണ് ഒരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ചാനലിൽ കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ, പക്ഷെ ഞാനിത് പറയുന്നത് ഒരു 2-3 ആഴ്ച മുമ്പുള്ള വീഡിയോ ആണ്. പറയാതിരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പം അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട മാത്രം സബ് അടിച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഒരു കുഞ്ഞു കമൻറ്റ്, ലൈക്ക് എല്ലാം നമ്മുടെ വീഡിയോയുടെ താഴെ വരണം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, കാര്യത്തിലേക്ക് കിടക്കുന്നു. നമുക്കറിയാം ചില ആളുകൾ അവരുടെ ലൈഫ് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് പറയും എൻ്റെ ലൈഫ് മൊത്തം കഷ്ടപ്പാടാണ്, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം, ഞാൻ കഴിഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കഷ്ടപ്പാടുകൾ തന്നെ വിവരിച്ചുകൊണ്ട് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ചില ആളുകളുടെ അവസ്ഥ കാണുമ്പോൾ അവരുടെ ഒരു സ്ഥിതിയൊക്കെ കാണുമ്പോൾ പല ആളുകളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ചില സമയത്ത് അവർ പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, ഇതെന്തിനാണോ ഇതൊക്കെ വന്ന് ഇവിടെ പറയുന്നത്. അങ്ങനെ നമ്മൾ അതിനെ എതിരായിട്ട് വീഡിയോസ് ചെയ്യാറുണ്ട്, എതിരായിട്ട് കമൻസുകൾ ഇടാറുണ്ട്. പക്ഷേ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു നല്ല വീഡിയോ പറയാതിരിക്കാൻ വയ്യ, ഒരു നല്ല ആ വീഡിയോയിൽ നിന്ന്, കാരണം ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടില്ല, പക്ഷെ ഇന്ന് കണ്ട വീഡിയോ എനിക്ക് തോന്നി ഒരുവിധം എല്ലാ ആളുകളും കണ്ടു തന്നെ ഇരിക്കണം, ഇങ്ങനെയും ആളുകളുണ്ടോ. വളരെ നല്ലൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. അതായത് പല ടൈപ്പിലുള്ള വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ കാണാറുണ്ട്, പക്ഷെ ഈ വീഡിയോസ് ചില ആളുകൾക്കുള്ള നല്ലൊരു പാഠമാണെന്ന് തന്നെ പറയാം. ആരും സ്കിപ്പ് അടിച്ച പോലെ ഇതൊന്ന് കണ്ടോക്ക്, ലൈഫിൽ വളരെയധികം ഉപകാരമായിരിക്കും. അപ്പൊ ആ വീഡിയോയുടെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോഴാണ് നാട്ടിൽ വരുന്നത്, ദിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് നാട്ടിൽ വരുന്നത്. അപ്പോ എല്ലാവർക്കും ഞാൻ ആരാ, എവിടെന്നാ വരുന്നേ, ഹൗ am I related to them, പിന്നെ why do I look like somebody എന്നൊക്കെ പറഞ്ഞ് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു ബ്രീഫ്. അപ്പോൾ ഈ ചാനലിന്റെ പേരാണ്, മിക്ക ആളുകളും നല്ല വ്യൂസ് ഒക്കെ ഉള്ള അടിപൊളി ഒരു ചാനലാണ്. ചാനലിന്റെ പേര് തൻവി സുധീർ ഘോഷ്. ഞാൻ ഈ വീഡിയോനെ കുറിച്ച് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ ഒരു ഇൻട്രോ വീഡിയോ. അപ്പം ഞാൻ വിചാരിച്ചു യൂഷ്വലി ആരാണ് താൻ എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ആയിരിക്കും, പക്ഷെ എന്തോ അറിയാതെ ഞാൻ ഈ വീഡിയോ കേട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആ വീഡിയോ കേൾക്കേണ്ടത്. കാരണം ഈ വ്യക്തി ഒരു 5 വർഷം മുമ്പ് കാനഡയിലേക്ക് പോകുന്നു, ഓൾറെഡി മാരേജ് ഒക്കെ കഴിഞ്ഞു പോകുന്നു. ആ പോകുന്ന സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു. പിന്നീട് അപ്രതീക്ഷിതമായി ലൈഫിൽ കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നു. അപ്പൊ കാനഡയിൽ എത്തിയിട്ടുള്ള ആളുടെ ആദ്യത്തെ കുറച്ച് നാളുകൾ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം കാനഡയിലേക്ക് പോകുന്നത് ഒരു സ്റ്റുഡൻ്റ് ആയിട്ടാണ്. അതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് നമുക്കറിയാം എല്ലാ ആളുകളും സ്റ്റുഡൻറ് വിസയിൽ കാനഡ അങ്ങനെയുള്ള കൺട്രീസിലൊക്കെ എത്തും. പിന്നീട് അവരവിടെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കും. അപ്പം നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. കാരണം പിന്നീടുള്ള അവരുടെ സെമസ്റ്റർ ഫീസും കാര്യങ്ങളും, അതുപോലെ തന്നെ അക്കോമഡേഷൻ, ഫുഡ്, ഇതൊക്കെ നമുക്ക് എന്നും നാട്ടിൽ നിന്ന് നമ്മുടെ പാരൻസിന്റെ കയ്യിൽ നിന്ന് കാരണം ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഓൾറെഡി ഇതുപോലെയുള്ള വിസയും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് പഠിക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ. പിന്നീട് അവിടെ എത്തിയതിനു ശേഷം നമ്മുടെ പാരൻസിനോട് പൈസ ചോദിക്കുക എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്ഥാനം തന്നെയല്ല. അപ്പൊ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ തൻവി എന്നാണ് പേരും തോന്നുന്നു കേട്ടോ. ഈ വ്യക്തിയുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നന്റും കൂടിയാണ്. അപ്പോൾ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് ലൈഫിൽ. എങ്ങനെ ഇനി മുന്നോട്ട് പോകും, എങ്ങനെ ഒരു ജോലി കണ്ടുപിടിക്കും. പിന്നെ 10 months കഴിയുമ്പോൾ നമുക്കറിയാം ഓൾറെഡി ഒരു വരുവാണ് അല്ലേ. കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഫാമിലിയിൽ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എങ്ങനെ ഒരു സിംഗിൾ പാരന്റ് ആയിട്ട് എല്ലാം മാനേജ് ചെയ്ത് മുന്നോട്ട് പോകും, വലിയൊരു ചലഞ്ച് തന്നെയാണ്. പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഫാമിലിയോ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും നമുക്ക് ഒബ്വിയസ്ലി, പക്ഷെ ഫ്രണ്ട്സിന് എന്തുമാത്രം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് അതിൻ്റെ ഓടൊപ്പം തന്നെ ജോലിയും സ്റ്റഡിയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലേ.
അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കണ്ടപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് അതൊക്കെ ഓവർകം ചെയ്ത്, അതായത് ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളല്ല പറയുന്നത്, പക്ഷെ ആ ഒരു സ്ട്രഗിള് ചില സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മുടെ ഡിഫിക്കൽട്ടീസ് ആണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ. ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, അയ്യോ ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടു, ഇങ്ങനെ കഷ്ടപ്പെട്ടു, ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ എനിക്ക് എപ്പോഴും നമ്മുടെ മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ്, നമ്മുടെ കുഞ്ഞാറ്റയുടെ ചാനൽ, അത് കാണുമ്പോൾ ഒരു 10 ദിവസം കുഞ്ഞാറ്റ വന്ന് ചിരിച്ച് വീഡിയോ ഇടാണെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഫ്യൂ വീഡിയോസ് കുഞ്ഞാറ്റ പൊട്ടിക്കരയുന്നത് നമുക്ക് കാണാം. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷമങ്ങൾ അവർക്ക് വലുതായിരിക്കാം. അപ്പം ഞാനതിനെ ഒട്ടും താഴ്ത്തി കാണുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞാറ്റേനെ കുറ്റം പറയാൻ വേണ്ടി ഇടുന്ന ഒരു വീഡിയോ ഒന്നുമല്ല. കഴിഞ്ഞ ദിവസവും 2-3 ദിവസം മുമ്പുള്ള കുഞ്ഞാറ്റയുടെ വീഡിയോസ്, കുഞ്ഞാറ്റ വന്നിരുന്ന് കരയുന്നതും അവരുടെ ഇപ്പം ലൈഫിലുണ്ടായ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. കുഞ്ഞാറ്റ മെയിൻലി വന്ന് കരയാ കമന്റ് ബോക്സ് നോക്കി, കമന്റ് ബോക്സിൽ ആളുകൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇനി കുഞ്ഞാറ്റ ആരാന്ന് അറിയാത്ത ആരെങ്കിലും വല്ലതും ഉണ്ടോ? നിങ്ങൾക്ക് കാണാം, കുഞ്ഞാറ്റ മിക്ക ആളുകൾക്കും അറിയുന്ന ഒരു യൂട്യൂബ് ചാനൽ തന്നെയാണ്, ഒരു വലിയ ചാനലാണ്. ഇപ്പൊ കുഞ്ഞാറ്റയുടെ മിക്ക വീഡിയോസിലും നമ്മൾ കാണാറുണ്ട് കുഞ്ഞാറ്റ കരച്ചിലാണ്. ഈവൻ നാട്ടിലാണ് കുഞ്ഞാറ്റന്റെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഉണ്ട്, ഫാമിലി സപ്പോർട്ട് ഉണ്ട്, പക്ഷെ കുഞ്ഞാറ്റയ്ക്ക് കുറെ സ്ട്രഗിൾ ഉണ്ടെന്നും പറഞ്ഞ് പിന്നെ ഇപ്പോഴത്തെ റീസെന്റ് വീഡിയോയിൽ കരഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിന്റെ ലൈഫിൽ സംഭവിച്ച ഒരു വളരെ എന്താ പറയാ, വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പോഴാണ് ഇപ്പോഴത്തെ കരച്ചില്. പക്ഷെ അപ്പോഴും കരഞ്ഞത് കമന്റ് ബോക്സ് നോക്കിയിട്ടാണ്. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുഞ്ഞാറ്റെ പോലെയുള്ള വ്യക്തികൾ ഈ ചാനലൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അതാണ് ഞാൻ കുഞ്ഞാറ്റോട് പറയാൻ ഉദ്ദേശിച്ചത്. അതായത് ഇതുപോലെയുള്ള ചാനൽസ് കാണാം, അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു അടിപൊളി മോട്ടിവേഷൻ ആയിരിക്കും. അപ്പൊ കമ്മിങ് ബാക്ക് ടു തൻവിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, തൻവി പിന്നീട് ആ കൊച്ചിനെ നോക്കാനായിട്ട്, അതെ 10 മാസം കഴിയുമ്പോൾ വാവി ഉണ്ടാവുമ്പോൾ പിന്നെ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഓഫ് കോഴ്സ് ആയിട്ടും കൊച്ചിനെ ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യണം അല്ലേ. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഒരു ഫാമിലി ആ കൊച്ചിനെ നോക്കാനായിട്ട് കിട്ടുവാണ്, ഫൈനലി കിട്ടുവാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, അയ്യോ നമ്മൾ കുറേ നാളത്തേക്ക് ഇങ്ങോട്ട് തിരിയില്ല അങ്ങോട്ട് തിരിയില്ല. പിന്നെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ സുഖചികിത്സ എന്നൊക്കെ വേണമെങ്കിൽ പറയാമേ, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കിടന്ന് കുറച്ച് ദിവസം നമ്മൾ ഒഴിച്ചിലും, അതൊക്കെ നല്ല കാര്യങ്ങളാണ് കേട്ടോ, ശരീരത്തിന് വേണ്ടി എന്നൊക്കെ പറയണേ. അങ്ങനെയൊന്നും ഞാനൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് എപ്പോഴും കാണാം, മിക്കവാറും യൂട്യൂബ് ചാനലിലുള്ള ആളുകൾ ഡെലിവറി കഴിഞ്ഞ് നെക്സ്റ്റ് പോകുന്നത് ഇതുപോലെയുള്ള കൂടുതലും ആയുർവേദ സെന്ററുകളും അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനങ്ങളിലേക്കൊക്കെയാണ്. എന്നിട്ട് അവര് പ്രൊമോഷന്റെ ഭാഗമൊക്കെ ആയിട്ട് ഇതൊക്കെ നമ്മളെ കാണിച്ചു തരാറുണ്ട്. വിച്ച് ഈസ് കുഞ്ഞാറ്റ ഇന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു വീഡിയോ. നല്ല കാര്യമാണ്, അത് അവരുടെ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വൈ നോട്ട്, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളെ താങ്ങിപ്പിടിച്ച് കൊച്ചിനെ നോക്കാനായിട്ട് നമുക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ഫാമിലി കൂടി ഉണ്ടായിരിക്കും അല്ലേ. എന്നാലും ഇത്രയൊക്കെ ഹെൽപ്പ് കിട്ടിയാലും നമ്മൾ അപ്പോഴും കംപ്ലൈൻറ്റ് പറയും. ഞാനൊക്കെ എപ്പോഴും കംപ്ലൈൻറ്റ് പറയും, കിട്ടുന്നത് ഒന്നും ലൈഫിന് നമ്മൾ പറയും പോരാ പോരാ പോരാ, അത് നമ്മുടെ ഒരു ക്യാരക്ടറാ, പറഞ്ഞിട്ട് തരില്ല. പക്ഷേ ഈ വ്യക്തി പിന്നീട് ആ കൊച്ചിനെ 10 ദിവസമുള്ളപ്പോൾ ഈ തൻവി എന്ന് പറയുന്ന പേഴ്സൺ 10 days ഓൾഡ്, അതിൽ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. 10 days ആവുമ്പോൾ ഇതുപോലെ ഒരു പേഴ്സണെ ഏൽപ്പിച്ച്, അത് പൈസ കൊടുത്തിട്ട് തന്നെയായിരിക്കും, കൊടുത്തിട്ട് ജോലിക്ക് പോകുന്നു, അതിൻ്റെ ഒപ്പം തന്നെ പഠിക്കുന്നു, ജോലിക്ക് പോകുന്നു, പഠിക്കുന്നു, കൊച്ചിനെ നോക്കുന്നു, വിത്തൗട്ട് എനി ഫാമിലി സപ്പോർട്ട്. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഇങ്ങനെയും ജീവിക്കുന്ന ആളുകളുണ്ട്. എന്നിട്ടും അവർ ഇത്രയും വളരെ പോസിറ്റീവായി വന്ന്, അല്ലെങ്കിൽ വളരെ സന്തോഷമായി, അവർക്ക് ഇത്രയും സ്ട്രഗിളൊക്കെ ഉണ്ടെങ്കിലും വളരെ പോസിറ്റീവായിട്ടാണ് ആ വീഡിയോയിൽ വന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ആ വീഡിയോ ഫിനിഷ് ചെയ്യുന്നതും. അപ്പം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, നമ്മൾ എല്ലാ കാര്യത്തിലും കിടന്ന് ഇങ്ങനെ കരഞ്ഞു പിഴിഞ്ഞ് എനിക്ക് ആരുമില്ല, എനിക്കൊരു സപ്പോർട്ടില്ല, ഞാനാണ് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുന്ന വ്യക്തി എന്ന് പറയാതെ ഇതുപോലെയുള്ള നല്ല വീഡിയോസൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ മേ ബി എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആയിരിക്കും. വീണ്ടും പറയുന്നു, തൻവി സുധീർ ഘോഷ് എന്ന് പറഞ്ഞ ഒരു വലിയ ചാനലാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ആ വീഡിയോക്ക് ഒന്ന് പോയി കാണാം. വളരെ അടിപൊളി വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വലിയ ആളുകളൊന്നും വരാറില്ല, കാണാറില്ല. പക്ഷെ നല്ലത് കാണുമ്പോഴും ഈ എപ്പോഴും വന്ന് കുറ്റം പറയാതെ നല്ലത് കാണുമ്പോഴും നമ്മൾ ഒന്ന് പറയണ്ടേ, അതുകൊണ്ട് മാത്രം ഈ വീഡിയോ ചെയ്തതാണ് കേട്ടോ. ഒരാൾക്ക് അല്ലെങ്കിൽ 2 ആൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ലൈഫിലൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ മുന്നോട്ട് പോകാനായിട്ട് കിട്ടുവാണെങ്കിൽ
അത് നമുക്കൊരു വിജയമല്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയെക്കുറിച്ചുള്ള കുഞ്ഞു കമൻസുകളൊക്കെ ഒന്ന് എഴുതിയിടണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ലൊരു വീഡിയോയുമായി തിരിച്ചു വരാം. എല്ലാവർക്കും ടാറ്റാ ബൈ.